ഈ ഡൽഹി മദ്യനയ കേസിൽ ഇവർ പ്രതിയാണെന്ന് പറഞ്ഞു. ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത MP അവരും പ്രതിയാണ്. അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അവരെവിടെയാണ് താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കുക. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത്, ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചത്. അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനത്തെ തുരുപ്പിച്ചിട്ട് അതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. ആദ്യം പറഞ്ഞതെല്ലാം വിഴുങ്ങി. ആദ്യം പറഞ്ഞത് ടെൻഡർ വിളിച്ചില്ല എന്നായിരുന്നു. അത് അവസാനിപ്പിച്ചു. അത് അബദ്ധമാണ് എന്ന് തോന്നി പ്രതിപക്ഷത്തിന് തന്നെ, എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിന് തന്നെ. പ്രതിപക്ഷത്തിന് എന്ന് പറയുമ്പോൾ മൊത്തം പറയേണ്ട കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ. അതിനുശേഷം പറഞ്ഞത് വൻ അഴിമതി നടന്നു ഇതിൽ എന്നാണ്. അഴിമതിയില്ല എന്ന് ഓരോ ദിവസം കഴിയുന്തോറും കാര്യങ്ങൾ വ്യക്തമായപ്പോൾ മനസ്സിലായി. അതോടുകൂടി കോൺഗ്രസ് നേതാക്കൾ അത് ഉപേക്ഷിച്ചു. പിന്നീട് ഇപ്പോൾ പറയുന്നത് കുടിവെള്ളമായിരുന്നു. കുടിവെള്ളത്തിൻ്റെ കാര്യവും പൊളിഞ്ഞുപോയി. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കൃത്യം കണക്ക് അവതരിപ്പിച്ചു MP രാജേഷ്. അതുമാത്രമല്ല, പാലക്കാട് ജില്ലയിലെ വ്യവസായങ്ങൾക്ക് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം നൽകാൻ തീരുമാനിച്ചത് മുൻ UDF സർക്കാരാണ്. 10 ദശലക്ഷം ലിറ്റർ വെള്ളം നൽകാൻ തീരുമാനിച്ചത്. ആ ഉത്തരവ് ഇറങ്ങുന്ന ഘട്ടത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആ മന്ത്രിസഭയിൽ അംഗവുമാണ്. രമേശ് ചെന്നിത്തല അംഗമായ മന്ത്രിസഭയാണ് വ്യവസായങ്ങൾക്ക് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാൻ അനുമതി നൽകുന്നത്, ഉത്തരവ് ഇറക്കുന്നത്. അതേ ചെന്നിത്തല ഇപ്പോൾ പറയുന്നു വെള്ളം കൊടുക്കരുത്, വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കരുത് എന്ന്. എന്തൊരു ഇരട്ടത്താപ്പാണ് നോക്കൂ. ഇതൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോഴാണ് അവസാനത്തെ തുരുപ്പിച്ചിട്ടുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നത്. BRS നേതാവ് കവിതയുടെ ഇടപെടലാണ് ബ്രൂവറിക്ക് സർക്കാർ പ്രാരംഭാനുമതി നൽകാൻ കാരണം എന്ന്. ഗുരുതരമായ ആരോപണമാണ്. ദില്ലി മദ്യനയ കേസിൽ പ്രതിയാണ് കവിത. അവർ അതിന് ജയിലിൽ കടന്നിട്ടുണ്ട്. കെജ്രിവാൾ ജയിലിൽ കടന്നിട്ടുണ്ട്. അങ്ങനെ ദില്ലി മദ്യനയ കേസിൽ പ്രതിയായ കവിത എന്ന BRS നേതാവ് കേരളത്തിൽ വരികയും കേരളത്തിൽ വന്ന് മന്ത്രിമാരുമായി ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒയാസിസ് കമ്പനിക്ക് ഫാക്ടറി തുടങ്ങാൻ, സ്പിരിറ്റ് നിർമ്മാണശാല തുടങ്ങാൻ അനുമതി നൽകിയത് എന്ന ആരോപണമാണ് VD സതീശൻ ഉന്നയിച്ചത്. ഇപ്പോഴിതാ കവിത തന്നെ രംഗത്ത് വന്ന് പറഞ്ഞു, VD സതീശൻ നിങ്ങൾ ഈ പ്രസ്താവന പിൻവലിക്കണം, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന്. മാതൃഭൂമിയിൽ വാർത്തയുണ്ട്. മാതൃഭൂമി വാർത്ത ഇങ്ങനെയാണ്: സതീശൻ പ്രസ്താവന പിൻവലിക്കണം, കവിത. ബ്രൂവറി വിഷയത്തിൽ തനിക്കു നേരെയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമാണെന്ന് BRS നേതാവ് കവിത. പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കവിത പറഞ്ഞു. അങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വെറുമൊരു നിയമ നടപടിയിലേക്ക് നീങ്ങില്ല. നിയമ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായും ഈ കമ്പനിക്ക്, ഒയാസിസ് കമ്പനിക്ക് പ്രാരംഭ അനുമതി നൽകിയത് കോടതിയിൽ പരിശോധനയ്ക്ക് വിധേയമാകും. സ്വാഭാവികമാണ്. ഇത് മാത്രം വരില്ല. ഈ പ്രശ്നം ചർച്ചയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ വാദത്തിന് വരുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോടതിയിൽ വരും. അങ്ങനെ നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് ഒയാസിസ് നൽകിയ പ്രാരംഭ അനുമതി. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം സംശയമേ ഇല്ല. കാരണം കേരളം ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലോ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. പ്രതിപക്ഷത്തിന് സഹിക്കുന്നില്ല. അത് എങ്ങനെയെങ്കിലും തകർക്കണം. അടുത്ത വർഷം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ 1ാം സ്ഥാനം തകർക്കണം. അതല്ലെങ്കിൽ UDFന് രക്ഷയുണ്ടാവില്ല. എന്ന് വെച്ചാൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കേരളത്തിൻ്റെ താല്പര്യം പോലും നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു പ്രതിപക്ഷം എന്നർത്ഥം. ഏതായാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് കവിത പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കോടതിയിലേക്ക് എത്തുകയാണ്. VD സതീശൻ എന്ത് ചെയ്യും? വക്കീൽ നോട്ടീസിൽ അയക്കും എന്നാണ് കവിത അറിയിച്ചിരിക്കുന്നത്. വക്കീൽ നോട്ടീസിന് എന്ത് മറുപടി നൽകും എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും VD സതീശന് എതിരെ ഒരു കേസ് കൂടി വരുന്നു എന്നർത്ഥം. നേരത്തെ മറ്റൊരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് VD സതീശൻ കോടതിയെ സമീപിച്ചിരുന്നു. അത് AI ക്യാമറയുമായി ബന്ധപ്പെട്ടാണ്. കോടതി അത് തൂക്കി എറിഞ്ഞ് പുറത്തിട്ടു. അപ്പോൾ VD സതീശൻ പറഞ്ഞു, ഞങ്ങളിതാ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന്. പക്ഷെ ഒരു അപ്പീലും പോയില്ല. അവിടെ മിണ്ടാതിരിക്കുകയാണ്. ഇതുവരെയും അപ്പീൽ കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. അപ്പീൽ കൊടുക്കേണ്ട സമയപരിധിയും കഴിഞ്ഞു. AI ക്യാമറ ഇപ്പോൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നു. കേരളത്തിലെ അപകടങ്ങൾ കുറക്കുന്നതിന് വേണ്ടി അതിലൂടെ സഹായിച്ചു എന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ സമരങ്ങളാണ് പ്രതിപക്ഷം കേരളത്തിൽ നടത്തിയത് എന്ന് ഓർമ്മയുണ്ടല്ലോ.
ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിലും 4100 കോടി രൂപയുടെ സ്പിരിറ്റാണ് ഒരു വർഷം കേരളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ എന്താണ് പ്രശ്നം? ആർക്കാണ് നഷ്ടം? കേരളത്തിന് ഗുണകരമല്ലേ? എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു, അത് ഇല്ലാതാക്കുന്നു? ഈ ചോദ്യം പ്രതിപക്ഷ നേതാക്കളോട് കൃത്യമായും ചോദിക്കാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് പോലും കഴിയുന്നില്ല എന്നതാണ് ദയനീയം. ഏതായാലും കോടതിക്ക് മുന്നിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇനി കോടതി വിശദമായി തീരുമാനിക്കട്ടെ എന്താണ് പ്രശ്നം എന്ന്. അധികകാലം നീണ്ടുപോകാതെ പ്രശ്നം പരിഹരിക്കാൻ കോടതിക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.